യെസ്. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും, ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിൻ്റെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏതൊരു സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ട് ഇരിക്കുക പഠിക്കാനൊക്കെ ആയിട്ട്. യെസ്, മെഷർമെൻറ്റ്, അളവുകൾ. എന്താണ് ഈ മെഷർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അളവ്, അല്ലേ? നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. വീട്ടിൽ രണ്ട് ആൾക്കാർ ഗസ്റ്റ് വന്നിട്ടുണ്ട്. വീട്ടിൽ ചായ ഉണ്ടാക്കുകയാണ് അമ്മ. ആ സമയത്ത് പഞ്ചസാര തീർന്നു പോയി. നിങ്ങൾ കടയിൽ ചെല്ലുന്നു, ചേട്ടാ കുറച്ച് പഞ്ചസാര. നിങ്ങൾ പറയണം ചേട്ടാ കുറച്ച് പഞ്ചസാര വേണം. ചേട്ടൻ ചോദിക്കും എന്തുമാത്രം പഞ്ചസാര വേണം, അല്ലെങ്കിൽ എന്തോരം പഞ്ചസാര വേണം, അല്ലേ? നിങ്ങൾ പറയും 1/2 കിലോ പഞ്ചസാര. അപ്പോൾ അവിടെ പഞ്ചസാര എന്ന് പറയുന്ന സാധനം നിങ്ങൾ വാങ്ങിക്കുമ്പോഴും അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? 1/2 കിലോ. അതെന്താണ്? ആ പഞ്ചസാരയുടെ ഒരു മെഷർമെൻ്റ് ആണ്. പഞ്ചസാര എന്തുമാത്രം നമ്മൾ വാങ്ങുന്നു എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, വേറെ എവിടേക്ക് മെഷർമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ ഹൈറ്റ് അളക്കാൻ, ഇല്ലേ? എൻ്റെ 164 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അളക്കാൻ എന്തുപയോഗിക്കുക? ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. സെറ്റല്ലേ? പിന്നെ എന്തൊക്കെ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം? പോരട്ടെ. യെസ്, എന്തൊക്കെയാണ്? മാസ്, അല്ലേ? നമ്മൾ നേരത്തെ പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ പഞ്ചസാര വാങ്ങിക്കാൻ ചെല്ലുന്നു. പഞ്ചസാര ഇത്ര വേണം. അതെന്താണ്? അതിൻ്റെ മാസ്സാണ്. മാസ്, നമ്മുടെ ലെങ്ത്ത്. പിന്നെ എന്തൊക്കെ മെഷർമെൻറ്റ്സ്? വേറെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ അളക്കാറുണ്ട് ഡെയിലി ലൈഫിൽ? നോക്കാല്ലേ നമുക്ക്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചാപ്റ്ററാണിത്, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് ഈ 164 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോ എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സെറ്റല്ലേ? യെസ്, കമോൺ. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? ഒരു കുട്ടി ഒരു വെയിങ് മെഷീനിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്? ആ കുട്ടിയുടെ വെയിറ്റ് അളക്കുന്നതാണ് അത്, അല്ലേ? എൻ്റെ വീട്ടിലുണ്ട് വെയിങ് മെഷീൻ, നിങ്ങളുടെ വീട്ടിലുണ്ടാവും വെയിങ് മെഷീൻ, അല്ലേ? യെസ്. അപ്പോൾ ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഈ വെയിങ് മെഷീൻ. ഈ വെയിറ്റ് എന്ന് പറയുന്ന സാധനം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിന് നമ്മൾ മാസ് എന്ന് പറയും. ലെങ്ത്ത്, നമ്മുടെ നീളം, അത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതേപോലെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്നത്. എന്താണ്? നമുക്ക് പനി വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്താ അളക്കുന്നത്? ആ സമയത്ത് എന്താ അളക്കുന്നത്? നമ്മുടെ ടെമ്പറേച്ചർ, താപനില അളക്കും, അല്ലേ? അപ്പോൾ ഈ ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സെറ്റല്ലേ? ഒരു ഭൗതിക അളവാണ്. വേറെ ഏതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകൾ നിങ്ങൾക്കറിയാം? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി, യെസ്, നോക്കി. ആ കുട്ടിയുടെ വെയിറ്റ് അളന്നു, നമുക്ക് ആ ഒരു ഡിവൈസിൽ 46.6 എന്ന് കണ്ടു. ഇതെന്താണ്? ആ കുട്ടിയുടെ വെയിറ്റ് ആണ്. നമ്മൾ വെറുതെ 46.6 എന്നാണ് എഴുതുക, അല്ല, ഒരു കിലോഗ്രാം എന്നും കൂടി ആഡ് ചെയ്യും. ഈ കിലോഗ്രാം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ കുട്ടിയുടെ മാസിനെയാണ്. പഠിക്കാം, നമ്മൾ ഇനി ഇതിനെ പറ്റിയാണ് ഈ ചാപ്റ്റർ ഫുൾ പഠിക്കാൻ പോകുന്നത്. യെസ്, നോക്കിയേ. സ്ട്രോബെറി. എൻ്റെ വീട്ടിൽ സ്ട്രോബെറി തീർന്നു. ഞാൻ കടയിൽ ചെല്ലുന്നു, ചേട്ടാ കുറച്ച് സ്ട്രോബെറി. ചേട്ടൻ എന്ത് ചെയ്യും? സ്ട്രോബെറി കുറച്ച് കയ്യിലെടുക്കുന്നു, വെയ് മെഷീനിൽ വെക്കുന്നു, മാസ് അളക്കുന്നു. എന്നിട്ടല്ലേ നമുക്ക് തരിക, അല്ലാതെ വെറുതെ തരുമോ? എന്ത് സാധനമാണെങ്കിലും വെറുതെ നമ്മുടെ കയ്യിലോട്ട് തരുമോ? ഇല്ല. അപ്പം ഇവിടെ എന്താ? ഈ ഒരു സ്ട്രോബെറിയുടെ മാസാണ് അളക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? 2.3 കിലോഗ്രാം അല്ലെങ്കിൽ 23 കിലോഗ്രാം, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ എഴുതാറ്? അല്ലെങ്കിൽ ആ ഒരു മെഷർ ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? അല്ലാതെ വെറുതെ നമ്മൾ 23 കിലോ വെറുതെ നമ്മൾ ചെന്ന് പറയോ ചേട്ടാ 23 എന്താ സ്ട്രോബെറി തരാൻ പറയോ? ഇല്ല, പറയില്ല. അപ്പോൾ നമ്മൾ ഈ 23യുടെ കൂടെ എന്താ കിലോഗ്രാമും കൂടി എപ്പോഴും ആഡ് ചെയ്യണം. കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. യെസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞു, ഭൗതിക അളവുകൾ. ഏതെല്ലാം ഭൗതിക അളവുകൾ നിങ്ങൾക്കറിയാം? ലെങ്ത്, നമ്മുടെ നീളം. മാസ്, എന്താ? നമ്മുടെ വെയിറ്റ്. ടൈം, സമയം, അത് ഒരു ഭൗതിക അളവാണ്. നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ 1:30 മണിയായി, അല്ലെങ്കിൽ 2 മണിയായി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ മുതൽ അവിടം വരെ എത്താനായിട്ട് 2 മണിക്കൂർ സമയം എടുത്തു. ഈ സമയം എന്ന് പറയുന്ന സാധനം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ഒരു ഭൗതിക അളവാണ്. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ, താപനില. വേറെ ഏതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകൾ?
നിങ്ങൾ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ട്? ഒരുപാടുണ്ട്. ഫോഴ്സ്, ബലം. ഞാനൊരു കുട്ടീനെ പിടിച്ചിടിച്ചു. എന്താണ്? ഞാൻ ഫോഴ്സ് കൊടുത്തൊരു കുട്ടീനെ പിടിച്ചിടിച്ചു. അതെന്താണ്? അതൊരു ഭൗതിക അളവാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പ്രഷർ, മർദ്ദം. ഈ പ്രഷർ അഥവാ മർദ്ദം എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേൾക്കാറുള്ളതാണ്. ലോ BP ആണ്, അല്ലെങ്കിൽ ഹൈ BP ആണ്, ഹൈ ബ്ലഡ് പ്രഷർ ആണെന്നൊക്കെ കേൾക്കാറുള്ളതാണല്ലേ. ഇതെന്താണ്? ഈ പ്രഷർ എന്ന് പറയുന്ന സാധനം ഒരു ഭൗതിക അളവാണ്. ഓക്കെ, വേറെ ഏതെല്ലാം അറിയാം? ഓക്കെ, നിങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മെഷർ ചെയ്യണ സമയത്ത് ഓർക്കുക, ഓ ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഇതൊരു ഭൗതിക അളവാണ് എന്നുള്ള കാര്യം ഓർക്കുക. യെസ്, ഇനി നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്നാണ്. അടിസ്ഥാന അളവ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതിക അളവിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടാക്കി തിരിക്കും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അഥവാ ഭൗതിക അളവിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് മെയിൻ ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്. അപ്പോൾ ക്വാണ്ടിറ്റീസ് നമ്മൾ ഒരുപാടുണ്ടെന്ന് പഠിച്ചു. ലെങ്ത്, ബ്രെഡ്ത്ത്, അല്ലെ ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, ടൈം, പിന്നെ ഇലക്ട്രിക് കറണ്ട്. നിങ്ങൾ വീട്ടിൽ കറണ്ട് ഉണ്ട് അല്ലേ, ലൈറ്റ് ഫാനൊക്കെ ഇടാറുണ്ട്. ഈ കറണ്ട് എന്ന് പറയുന്ന സാധനം ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പ്രത്യേകത, ആ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റിംഗ് ആണ്. അതായത് ഒരു ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യൂല. സിമ്പിൾ, അത്രേ ഉള്ളൂ. എക്സാമ്പിൾ, ലെങ്ത്. നിങ്ങളൊരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലെങ്ത് അളക്കാൻ പറ്റും ഇല്ലേ? പറ്റൂലേ? അപ്പോൾ ഈ ലെങ്ത് അളക്കാനായിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചു. ഈ സ്കെയിൽ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. നിങ്ങളുടെ മാസ്, നിങ്ങളുടെ വെയിറ്റ് അളക്കാൻ പറ്റൂലേ വെയിങ് മെഷീൻ ഉപയോഗിച്ചിട്ട്? യെസ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോഴ്സ് എന്ത് വെച്ച് അളക്കും? അതിനെന്തെങ്കിലും ഡിവൈസ് അറിയോ? ഇല്ല. അപ്പോൾ ഡിവൈസുകൾ, ഡയറക്റ്റ് ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റാത്തതാണ് ഡിറൈവ്ഡ്, പറ്റുന്നതാണ് ഫണ്ടമെന്റൽ. ഇത്രേ ഉള്ളൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റിംഗ് ആണ്. ലെങ്ത്, മാസ്, ഇവർ തമ്മിൽ ബന്ധമുണ്ടോ? ഇവർ തമ്മിൽ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ലെങ്ത്, മാസ്, ഇലക്ട്രിക് കറന്റ്, ടൈം, ടെമ്പറേച്ചർ, ഇവയെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അങ്ങനെ ഒരു 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ലെങ്ത് അതിനെ മാസിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. ടെമ്പറേച്ചർ ടൈമിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റിംഗ് ആണ്. പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണെന്ത്? അടിസ്ഥാന അളവുകൾ. സെറ്റല്ലേ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ പ്രഷർ വേണ്ട, ഏരിയ, ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, അതിൻ്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കോ, ഇതെൻ്റെ വീടാണ്. ഇത്ര സെറ്റപ്പ് ഒന്നും അല്ല, എന്നാലും ഇതെൻ്റെ വീടാണ്. ആ വീട്ടിലെ ഒരു വോള്, ഒരു മതിലാണിത്. മതിലിൽ ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് പെയിൻറ്റിൻ്റെ അളവ്, എന്തുമാത്രം പെയിൻറ്റ് ഞാൻ വാങ്ങിക്കണം എന്നെനിക്ക് അറിയണം അല്ലേ? എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് ഇത്രയും വലിയൊരു വോള് പെയിൻറ്റ് ചെയ്യണം, ഞാൻ എന്തുമാത്രം പെയിൻറ്റ് വാങ്ങണം എന്നെങ്ങനെ അറിയാൻ പറ്റും? എന്താ ചെയ്യുക? ആ ഒരു വോളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക. ഓക്കെ, സെറ്റല്ലേ? എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതി.
നീളം ഇൻറ്റു വീതി. അപ്പം ഇങ്ങനൊരു വോളാണ്. വോളിൻ്റെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക? ഈ ലെങ്ത് ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ ഈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. ആദ്യം ഈ ലെങ്ത് കണ്ടുപിടിക്കുക, പിന്നെ ഈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഏരിയ കിട്ടും. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ 2 പേരുടെ ഹെൽപ്പ് ചോദിച്ചു അല്ലേ? ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും എന്നൊക്കെ പറയുന്ന സാധനം എന്താ? ലെങ്ത്ത് നീളം, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നീളം തന്നെയല്ലേ? ഈ നീളത്തിന് നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റൂലേ? പറ്റും. അതായത് ഈ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഒരു 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് പറഞ്ഞു തന്നു, ബാക്കി 7 നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ ഇത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ഇതും ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഇവരുടെ ഹെൽപ്പ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ക്വാണ്ടിറ്റിയാണ് എന്ത്? ഏരിയ. ഉണ്ടാക്കിയെടുത്തൊരു ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന സാധനം ഫണ്ടമെന്റൽ ആയിരിക്കുമോ ഡിറൈവ്ഡ് ആയിരിക്കുമോ? നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഡിറൈവ്ഡ് ആയിരിക്കൂലേ? ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവ്. യെസ്, മനസ്സിലായോ? അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവ് എന്താണെന്ന് മനസ്സിലായോ? എന്നാൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായി. ഒരു ക്യൂബ് ഞാൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം, വ്യാപ്തം. എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം അഥവാ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ക്യൂബ് തന്നിട്ടുണ്ട്, വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ? ഇതാണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പം നീളം, ഇതാണ് നീളം, ഇതാണ് നീളം. ലെങ്ത് ഇതെനിക്കൊരു സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റൂലേ? പറ്റും. അതായത് നീളം എന്ന് പറയുന്നൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ബ്രെഡ്ത്ത് ഇതാണ് ബ്രെഡ്ത്ത്, ഇതാണ് എൻ്റെ ഹൈറ്റ്. ഈ ലെങ്ത് എന്ന് പറയുന്നതും ബ്രെഡ്ത്ത്, വീതി എന്ന് പറയുന്നതും ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നതൊക്കെ നീളങ്ങളാണ്. അവരെനിക്ക് എന്താ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ലെങ്ത് ആയതുകൊണ്ട് തന്നെ അവ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം ഇതെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അവ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വോളിയം. അപ്പോൾ വോളിയം ഡിറൈവ്ഡ് ആയിരിക്കുമോ ഫണ്ടമെന്റൽ ആയിരിക്കുമോ? അടിസ്ഥാന അളവായിരിക്കുമോ വിൽപ്പന അളവായിരിക്കുമോ? ഡിറൈവ് ചെയ്തെടുക്കുന്നത് കൊണ്ട് അത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും, വിൽപ്പന അളവായിരിക്കും. അപ്പം ഏരിയ, വോളിയം ഇവയൊക്കെ എങ്ങനെയാണ് വിൽപ്പന അളവാകുന്നതെന്ന് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് എന്ത്? വിൽപ്പന അളവുകൾ. യെസ്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഒരു ചേട്ടനെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ ചേട്ടൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഏകദേശം ഒരു 280. ഓക്കെ, 280 സെൻറ്റിമീറ്റർ. ചിന്തിക്കാൻ പറ്റുമോ ഇത്ര ഹൈറ്റുള്ള മനുഷ്യന്മാരെയൊക്കെ? എന്നങ്ങനെയുണ്ട്. നമ്മൾ ഇയാളുടെ ഹൈറ്റ് എങ്ങനെയാണ് പറയുക? 280. വെറുതെ 280 എന്നാണോ പറയുക? അല്ല, സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്യുമോ അതിൻ്റെ കൂടെ? ഒരു ഗ്യാസ് സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 13 കിലോഗ്രാം, അതായത് അതിൻ്റെ മാസ്സാണ്. അപ്പോൾ 13 കിലോഗ്രാമിൽ നിങ്ങൾ വെറുതെ 13 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മാസ്സാണെന്ന് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കിലോഗ്രാം. അപ്പം ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻ്റ് ചെയ്യാനും നിങ്ങൾ ഒരു ന്യൂമറിക്കൽ വാല്യൂവും അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും ഉണ്ടായിരിക്കണം. ഇല്ല, ഞാൻ വെറുതെ പറയുകയാണ്, ഞാൻ ചേട്ടൻ്റെ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ വെറുതെ പറയണേ 280. നിങ്ങൾക്ക് എന്തൊക്കെ വിചാരിക്കാം? ആ ചേട്ടന് 250 കിലോഗ്രാമാണ്, ആ ചേട്ടൻ്റെ വെയിറ്റ് ആണെന്ന് വിചാരിക്കാം, ആ ചേട്ടൻ്റെ ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം, പിന്നെന്താ ആ ചേട്ടൻ അത്രയും ടെമ്പറേച്ചർ ഇടുന്നത് വിചാരിക്കാം അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഊഹിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഊഹിച്ചാൽ ശരിയാവോ? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യാനും അതിന് ഒരു ന്യൂമറിക്കൽ വാല്യൂവും അതിനൊരു യൂണിറ്റും ഉണ്ടാവും. ഓക്കെ അല്ലേ? ന്യൂമറിക്കൽ പ്ലസ്
എന്താ യൂണിറ്റ് ആണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. യെസ്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ന്യൂമറിക്കൽ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. 37.8 ഡിഗ്രി സെൽഷ്യസ് 272 സെന്റിമീറ്റർ. ഓക്കെ, യെസ്. ഈ യൂണിറ്റ് എന്താണ്? എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ്. സിമ്പിൾ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. നിങ്ങൾ കടയിൽ ചെന്നിട്ട് മുല്ലപ്പൂ വാങ്ങിക്കാൻ പോവാണ്. മുല്ലപ്പൂ വാങ്ങിക്കുന്ന സമയത്ത് ആ ചേട്ടനോട് പറയണ, ചേട്ടാ 2 മുഴം മുല്ലപ്പൂ. അപ്പോൾ ആ ചേട്ടൻ എന്ത് ചെയ്യും? മുല്ലപ്പൂ എടുത്തിട്ട് ഇവിടെ വരെ അളക്കും, പിന്നെ ഒന്നും കൂടി എടുത്ത് അളക്കും. അതായത് 1 മുഴം എന്ന് പറയുന്നത് ആ ചേട്ടൻ്റെ കൈയുടെ ലെങ്ത് ആണ് അല്ലേ? ഈ കൈയുടെ ലെങ്ത് 1 മുഴം. നമ്മൾ പിറ്റേ ദിവസം ചെന്നപ്പോൾ ആ കടയിൽ നല്ല കൈക്കൊക്കെ നല്ല നീളമുള്ള ഒരു ചേട്ടൻ നിൽക്കുന്നു. ആ ചേട്ടനോട് പറയണ, ചേട്ടാ 1 മുഴം മുല്ലപ്പൂ. അപ്പോൾ ആ ചേട്ടൻ ഇന്നലെ കിട്ടിയ മുല്ലപ്പൂവിനേക്കാൾ കൂടുതൽ ലെങ്ത്തിൽ കിട്ടും ഇന്ന് നമുക്ക് മുല്ലപ്പൂ. അത് ലാഭമായല്ലോ അല്ലേ? പക്ഷെ അത് ശരിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കി. 1 മുഴം എന്ന് പറയുന്നത് 1 മുഴം തന്നെ ആയിരിക്കണം. അത് ഇവിടെ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ ഇവിടെ ഞാൻ അളക്കുന്നതിൻ്റെ 164 സെൻറ്റിമീറ്റർ, അങ്ങ് ദുബായി ചെന്നാലും 164 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് വന്നപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അങ്ങനത്തെ ഒരു സംഘടനയുണ്ട്. അവർ കൊണ്ടുവന്നതാണ് SI യൂണിറ്റ്സ്. ഇവിടെ അളന്നാലും അങ്ങ് ഉഗാണ്ടയിൽ അളന്നാലും ആഫ്രിക്കയിൽ അളന്നാലും സെയിം ആയിരിക്കണം. ലോകത്ത് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും യൂണിറ്റ്സ് എപ്പോഴും സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് SI യൂണിറ്റ്സ്. അപ്പം ലെങ്ത്തിന് SI യൂണിറ്റ് ഉണ്ട്, മാസിന് SI യൂണിറ്റ് ഉണ്ട്, ടെമ്പറേച്ചറിനുണ്ട്, ടൈമിനുണ്ട്. അങ്ങനെ എല്ലാ ക്വാണ്ടിറ്റീസിനും എന്തുണ്ട്? SI യൂണിറ്റ്സ് ഉണ്ട്. യെസ്. ലെങ്ത്. ഇനി നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസ് പഠിക്കാൻ പോകുന്നത്. ലെങ്ത് എന്താണ്? നീളം. ഒരു സ്കെയിൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. ഈ സ്കെയിലിൻ്റെ നീളം എന്താണ്? ഇത്രയുമാണ്. നിങ്ങൾ എന്തിനാ സ്കെയിൽ ഉപയോഗിക്കുന്നത്? നീളം അളക്കാൻ, ലെങ്ത് അളക്കാൻ. നിങ്ങൾ ഈ സ്കെയിൽ അല്ലെങ്കിൽ നീളം അളക്കണ സമയത്ത് ഒരുപാട് യൂണിറ്റുകൾ പരിചയപ്പെടാറുണ്ട്. ഏതൊക്കെ യൂണിറ്റുകൾ അറിയാം? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ അല്ലേ? ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകൾ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരുപാട് യൂണിറ്റുകളുടെ ആവശ്യം? ഒരൊറ്റ യൂണിറ്റ് പോരെ? എന്തിനാണ് ഇത്രയും ഒരുപാട് യൂണിറ്റുകളുടെ ആവശ്യം? മില്ലിമീറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. ഈ സ്കെയിലിൻ്റെ ഈ ചെറിയ വരകളാണ് മില്ലിമീറ്റർ. ഓക്കെ, അതേപോലെ 10 മില്ലിമീറ്ററുകൾ, ഈ 10 മില്ലിമീറ്ററുകൾ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ കിട്ടും. ഇതേപോലെ 100 സെൻറ്റിമീറ്ററുകൾ ചേർന്ന് കഴിയുമ്പോൾ 1 മീറ്റർ കിട്ടും. അതേപോലെ 1000 മീറ്ററുകൾ ചേർന്ന് കഴിയുമ്പോൾ എന്ത് കിട്ടും? 1 കിലോമീറ്റർ കിട്ടും. ടഫാണല്ലേ? പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് കൺവേർഷൻസ്. ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞു തരട്ടെ ഇതിനെ. ദ ലെങ്ത്, SI യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു SI യൂണിറ്റ് എന്താണ്? ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആണ് SI യൂണിറ്റ്സ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. പക്ഷെ നമുക്ക് വേറെ യൂണിറ്റുകൾ അറിയാം: മീറ്റർ, കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ. അവർ തമ്മിലുള്ള കൺവേർഷൻസ് ഈസി ആയുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇവ വലുത് മുതൽ ചെറുത് വരെ എഴുതുക. ഏറ്റവും വലുത് ഏതാണ്? കിലോമീറ്റർ ആണ്. പിന്നെ വരുന്നത് മീറ്റർ ആണ്. പിന്നെ വരുന്നത് സെന്റിമീറ്റർ ആണ്. ദെൻ കംസ് മില്ലിമീറ്റർ. ഈ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 1000, മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 100, സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 10. മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ തിരിച്ചെന്ത് വരും? അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും? ഡിവിഷൻ വരും. ഡിവിഷൻ 10. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ ഡിവൈഡ് ബൈ 100, മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റാൻ ഡിവൈഡ് ബൈ 1000. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, 3 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിക്കും. അതായത് കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ഇൻറ്റു 1000 ചെയ്യുക. 3 ഇൻറ്റു 1000 എത്ര വരും? 3000 മീറ്റർ. അതേപോലെ ഓരോ കൺവേർഷൻസും ഈ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാട്ടോ. യെസ്. ദെൻ കംസ് യെസ്. അപ്പോൾ കിലോമീറ്റർ വരെ നമുക്കറിയാം. അങ്ങ് ട്രിവാൻഡ്രം മുതൽ കാശ്മീർ വരെയുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിലോമീറ്ററിൽ പറയാൻ പറ്റും, ആ ഡിസ്റ്റൻസ്. എന്നാൽ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ സൂര്യനും നമ്മുടെ എർത്തും പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ പറയൽ നടക്കുമോ? നടക്കൂല അല്ലേ?
അത് വലിയ ഡിസ്റ്റൻസുകളാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസ് ആണ്. അപ്പം അവ അളക്കാൻ വേണ്ടി കൊണ്ടുവന്ന യൂണിറ്റ്സ് ആണ് എന്ത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 150 മില്യൺ കിലോമീറ്റർ. ഓക്കെ, സൂര്യനും നമ്മുടെ എർത്തും, ഇത് സൂര്യനാണ്, ഇത് എർത്താണ്, ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓക്കെ, യെസ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ 150 മില്യൺ കിലോമീറ്റർ. ആ ലെങ്ത് 150 മില്യൺ കിലോമീറ്റർ ആണ്. ദെൻ കംസ് ലൈറ്റ് ഇയർ, പ്രകാശവർഷം. എന്താണ് പ്രകാശവർഷം? ഒരു വർഷം കൊണ്ട് നമ്മുടെ ലൈറ്റ് സഞ്ചരിക്കുന്നുണ്ട്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ലൈറ്റ് സഞ്ചരിച്ച, ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിച്ച ആ ഡിസ്റ്റൻസ് ആണ് എന്ത്? ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ ഒരിക്കലും ഒരു വർഷമല്ല, അതൊരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നോക്ക്, എ ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഇയർ ഇൻ വാക്വം. വാക്വത്തിൽ കൂടി, ശൂന്യതയിലൂടെ, ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഇത്രയും വേഗതയിലാണ് എന്ത്? പ്രകാശം സഞ്ചരിക്കുന്നത്. സെറ്റല്ലേ? യെസ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഇത്രയും കവർ ചെയ്തത്. എന്താണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ടായിട്ട് തിരിച്ചു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ലെങ്ത് എന്താണെന്ന് പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചതാണ് ലെങ്ത്, അതിൻ്റെ യൂണിറ്റ് കൺവേർഷൻസും. പിന്നെ എന്താ പഠിച്ചത്? ലൈറ്റ് ഇയർ ആൻഡ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര നല്ല സെറ്റാക്കാം കേട്ടോ.